ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലമായി ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഡേ സ്റ്റാർട്ടാണ്. ഒരു 7 മണിയാകുമ്പോൾ ഞാൻ ബാൽക്കണിയിൽ വന്നിരുന്നതാണ്. ഇനി ഇസാന സ്കൂളിൽ പോകുമ്പോഴേക്കാണ് താഴേക്ക് പോകേണ്ടതുള്ളൂ. രാവിലെ കട്ടൻ ചായയാണ് എനിക്ക് എന്നറിയാം ഏറ്റവും കുടിക്കാൻ ഇഷ്ടം. അപ്പോൾ അധികം ഞാൻ കട്ടൻ ചായ തന്നെയാണ് കുടിക്കാറുള്ളത്. അപ്പോൾ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കുടിക്കുമ്പോൾ വേറെ ഒരു ലെവലാണ്. അങ്ങനെ ഒരു നല്ല കട്ടൻ അടിച്ചിട്ട് ഇനി നേരെ താഴേക്ക് പോക്കാണ്. താഴെ വന്നിട്ട് കിച്ചണിലേക്ക് വന്നിട്ട് ഒരു ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇസുവിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗോതമ്പിൻ്റെ ദോശയും തക്കാളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ അതുണ്ടാക്കി കൊടുത്ത് 5 ബോക്സിലൊക്കെ ഇട്ട് സ്കൂളാക്കിയതാ. ബസ് വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ അതിനെ അയച്ചിട്ട് നേരെ ഞാൻ മുറ്റടിക്കലാന്നേനി. ഒരു ദിവസം മുറ്റടിച്ചിട്ടില്ലെങ്കിലുള്ള അവസ്ഥയാണ്. ഇന്നലെ ഫുൾ ബിസി ആയിട്ട് നമ്മൾ കടയിലൊക്കെ പോയിട്ടുണ്ടായിന്. അതിൻ്റെ ഒരു കാട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത്രയും കാട്ടുണ്ടായിന്. ഞാനിത് ഫുൾ അടിച്ച് വാരിയിട്ട് ക്ലീനാക്കാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ ജില്ലയോ ഒന്നുമില്ല. ഇപ്പം പുല്ലൊക്കെ മുളക്കാൻ ആദ്യം തുടങ്ങിയതൊക്കെ കളഞ്ഞതായിരുന്നു. ആദ്യം ഇപ്പം തണുപ്പ് വരുമ്പോൾ ആദ്യം ഫുള്ള് പുല്ലും അതൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ കളഞ്ഞ് അടിച്ച് വാരി വൃത്തിയാക്കി. അപ്പോൾ വൃത്തിയാക്കിയപ്പോൾ എന്തോ ഒരു സമാധാനം. എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് നേരെ മേലെ പോയിട്ട് അലക്കലാണ്. മേലെ തന്നെയാണ് വാഷിംഗ് മെഷീനും അലക്ക് തുണി ആറിടലും എല്ലാം. അങ്ങനെ അലക്കലും കഴിഞ്ഞ് ഇനി നേരെ ക്ലീനിങ് അടിച്ചു വരാൻ ഇതാ വാക്യൂം ക്ലീനർ ഉണ്ട്. അതിനെ കൊണ്ട് മേലയിലൊക്കെ ക്ലീനാക്കലാണ്. ഇനി പിന്നെയും കിച്ചണിലേക്ക് വന്ന് നാസ്തയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉമ്മ ചോറിന് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ കൂടെ ഞങ്ങൾ മട്ടന്നൂരേക്ക് പോകുന്നതാണ്. അക്ഷയയിൽ പോകേണ്ട ആവശ്യമുണ്ടായിന്. അങ്ങനെ പോയി ഞാനും ഉമ്മ ഈസിയാണ് പോയത്. പിന്നെ വരുമ്പോൾ നാടൻ ചോറ് കഴിച്ചിട്ട് അങ്ങനെ നാടൻ ചോറ് കഴിച്ചിട്ട് ചോറ് കഴിച്ചാണ്. പിന്നെ നേരെ ബാലൻസ് സ്റ്റോറിൽ വന്ന് വെറുതെ ഒരു ഗ്യാസിൻ്റെ എന്തോ വാങ്ങിക്കാനുണ്ടായിരുന്നു ഉമ്മാക്ക്. അത് വാങ്ങിച്ച് പിന്നെയും വീട്ടിലെത്തി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ വെറുതെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ച് റായും എല്ലാവരും ഉണ്ട്, പിള്ളേരും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കലാന്ന്. അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ബ്രദർ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിന്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ വെളിയമ്പറിലേക്ക് പോയി. ഇവിടെ വന്നിട്ട് വെറുതെ ഒരു എന്താ പറയുക, വൈകുന്നേരത്തെ ഒരു എൻജോയ്മെൻറ്റ് പോലെ ഇങ്ങനെ ഓരോന്ന് വാങ്ങി കഴിക്കുക. പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിന്. പിന്നെ പാനിപ്പൂരി, ലൊട്ടക്കച്ച് എല്ലാവരെയും കഴിക്കലായിരുന്നു. പിന്നെ അവിടെ കാറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ നിന്നിട്ട് ഇതുപോലെ കളിക്കലാന്ന് വെറുതെ തള്ളിയിടലാന്ന് എല്ലാവരും. ഞാൻ ഉമ്മാക്ക് നല്ല മുഞ്ചിൽ ഓടിക്കാൻ അറിയുന്നുണ്ട്. പക്ഷെ ഉമ്മ ആരെ തട്ടാണ്ട് മെല്ലനെ ഓടിക്കലാന്ന്. പക്ഷെ നമ്മളെല്ലാം വെറുതെ ഇത് പിന്നെ എന്തിനാന്ന് പറഞ്ഞിട്ട് മുട്ടി കളിക്കലേനു. പിന്നെ ഇസു ഒന്നും കൂടി കയറണമെന്ന് പറഞ്ഞിട്ട് ഓനൊറ്റ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം പുറത്തിറങ്ങി. എന്നിട്ട് വൈകുന്നേരത്ത് നല്ല ചായയൊക്കെ കുടിച്ച് പിന്നെ വേറെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഓക്കെ.